അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ ശാരീരിക സുഖത്തിനും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും മരിച്ചുപോയ ഭർത്താവിനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു 501 രൂപ ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗൾഫ് നാട്ടിലുള്ള സുഹൃത്തുക്കൾ അവരുടെ ത്യാഗവും അവർക്കൊക്കെ ഉസ്താദ് അവറുകൾ ദ്വാരക്കും അതുപോലെ തന്നെ അവർക്ക് കാണാൻ വേണ്ടി ഓൺലൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അതിന് ദർശിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. صدق الله مولانا العلي العظيم. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, പണ്ഡിതന്മാരും കാരണവന്മാരും മുതഅല്ലിമീങ്ങളും SSF SYSന്റെ യുവ സുഹൃത്തുക്കളായ പ്രവർത്തകരും ഉമ്മപങ്ങന്മാരും ഇതിനേക്കാളെല്ലാം ഇരട്ടി അള്ളാഹുവിന്റെ മലക്കുകളും നിറഞ്ഞ ഒരു നല്ല സദസ്സിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സഭയിൽ കൂടിയ നമുക്കെല്ലാം കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖലോക സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾ നാട്ടുകാരായ നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിരുന്ന് സൽക്കാരമാണിത്. ചെറുപ്പക്കാർ കുട്ടികൾ അൽഹംദുലില്ലാ നാട്ടിലേറെ അധാർമികതകളും അനാശാസ്യ പ്രവണതകളും അക്രമങ്ങളുമൊക്കെ നടക്കുന്ന ഒരു കാലത്ത് ഈ നാട്ടിലെ നമ്മുടെ കുട്ടികൾ ആലിമീങ്ങളെ കൊണ്ടുവന്ന് മുത്തുനബിയുടെ മദ്ഹും വഅദുമൊക്കെ പറയാനാണല്ലോ നമ്മുടെ മക്കൾ സമയം കണ്ടെത്തിയത്. ആ നിലക്ക് നാട്ടുകാരായ കാരണവന്മാരും സഹോദരിമാരും നമ്മുടെ കുട്ടികളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കണം, അവരോടൊപ്പം നിൽക്കണം. ഈ കുട്ടികൾക്ക്, ഈ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ കുട്ടികൾ വലിയവർ സംഘടിപ്പിക്കേണ്ട കാര്യമാണിപ്പോൾ കുട്ടികൾ. ആ നിലക്ക് നമ്മൾ എല്ലായ്പ്പോഴും ഈ കുട്ടികളോട് മക്കളെ നിങ്ങൾ വഅദ് വെക്കുന്നില്ലേ, മക്കളെ നിങ്ങൾ ബുർദ സംഘടിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാൻ ഈ നാട്ടിലെ ഉമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളും ഉണ്ടാകണം എന്ന് ആമുഖമായി ഉണർത്തി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമാണ് സ്വർഗ വീട്ടിൽ താമസം ലഭിക്കുക.
അള്ളാഹു ഉണ്ടെന്ന് അറിയാൻ മാർഗങ്ങളേറെയുണ്ട്. അള്ളാഹു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അടയാളങ്ങളും ഏറെയുണ്ട്. എന്നാൽ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയുക, അള്ളാഹുവിനോട് അടുക്കേണ്ട രൂപത്തിൽ അടുക്കുക, അള്ളാഹുവിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കുക. അതെങ്ങനെ? അത് പഠിപ്പിക്കാനും അറിയിക്കാനുമാണ് ഉടമസ്ഥനായ അള്ളാഹു തന്നെ അടിമകളായ നമുക്ക് മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച് പഠിപ്പിക്കാൻ അയച്ച മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ മുഖേന അള്ളാഹുവിനെ അറിഞ്ഞോ, ആ അറിഞ്ഞവർക്ക് മാത്രമേ മുസ്ലിം മുഅ്മിൻ എന്ന് പറയുകയുള്ളൂ. നബിതങ്ങൾ മുഖേന അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് സ്വർഗവാതിൽ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നബിതങ്ങൾ മുഖേന അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരായ ആളുകൾ അവരെങ്ങനെയാണോ നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തി കാണിച്ചു തന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തലാണ് ഇസ്ലാമിക ജീവിതം. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അള്ളാഹു നമ്മെ ബഹുമാനിച്ചാദരിച്ചു. നാം മുസ്ലിങ്ങളും മനുഷ്യരുമായി. തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അതേ മനുഷ്യരും മുസ്ലിമും ആയി തിരിച്ചു പോകാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ മാത്രമേ മുസ്ലിമായി ജനിച്ചതിന്റെ ബഹുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനിടക്ക് നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഔലിയാക്കളുടെ റൂട്ട്, ആലിമീങ്ങളുടെ റൂട്ട്, അതിങ്ങനെ സ്വീകരിച്ച് നേർക്കുനേരെ സഞ്ചരിച്ചാൽ, നമുക്ക് അവർ പഠിപ്പിച്ച വഴിയിൽ സഞ്ചരിച്ചാൽ നാളെ പാരത്രിക ലോകം സന്തോഷകരമാകും. ആ ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നേരെ മുൻഗാമികളെ നോക്കും നമ്മൾ. റബീഉൽ അവ്വൽ വന്നപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തെങ്ങൾക്ക് സലാത്തിനൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ പോകല്ലേ പോണെങ്കിൽ, അങ്ങനെ ആയാലേ ഇതിപ്പോ തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ദാഹമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അനങ്ങാതെ കടന്നു. അപ്പോഴോ എന്തപ്പോ വല്യപ്പോ ഒന്നും ഉണ്ടാത്തത് എന്ന് കരുതി കുട്ടി താഴെ ഇറങ്ങി. അപ്പൊ റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്തി. ഇതാ മുത്തുനബി പറയുന്നത്, സുജൂദിൽ ഒരു 2 മിനിറ്റ് താമസിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ചോദിക്കാണ് സ്വഹാബാക്കൾ, എന്തേ നബി ഇന്നത്തെ നിസ്കാരം? അങ്ങനെ അത്ര ചെറിയ കാര്യം വരെ നബി തങ്ങളോട് ചോദിച്ച് സംശയം തീർത്ത് പഠിച്ച സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബാക്കളോ മുത്തുനബിയുടെ എല്ലാ ഐശ്വര്യവും മുത്തുനബിയുടെ എല്ലാ മുഅ്ജിസത്തുകളും അവർ നേരിൽ കണ്ടുകൊണ്ട് വളർന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഓരോന്നും അവർ കണ്ടു വളർന്നിട്ടുമുണ്ട്. യാ റബ്ബ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ മുഅ്ജിസത്തുകളും കണ്ടു എന്ന് പറഞ്ഞാൽ അവർ മുത്തുനബിയുടെ കൂടെ ജീവിച്ചത് ബോധ്യപ്പെട്ടതല്ലേ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഹംറാഉൽ അസദിൽ വെച്ച് ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂടി. പക്ഷെ യുദ്ധമില്ലാതെ സഭ പിരിഞ്ഞു പോകുമ്പോ യോഗം പിരിഞ്ഞപാടുണ്ട് ഒരു സ്വഹാബി വേഗത്തിൽ പോണ്. അത് കണ്ടപ്പം റസൂലുള്ളാഹി തങ്ങൾ ആരെ പത്ര വേഗം പോണ്? റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ആരാ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ബാപ്പാനെയും മോനെയും റസൂലുള്ളാഹിക്ക് നല്ലോണം അറിയുന്ന ആളാ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ ജാബിറെ, എന്താ ഇത്ര തിരക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അടുത്ത ദിവസം കല്യാണം കഴിച്ചതല്ലേ, വേഗത്തില് വീട്ടിലെത്താന്ന് വിചാരിച്ചു പോവുകയാണ്. അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് പാഠമാകാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല ജാബിറെ, നീ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരത്തി കുട്ടിയാണോ അതല്ല കുറച്ച് പ്രായമുള്ള പെണ്ണാണോ?
അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കുറച്ച് പ്രായമുള്ള പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. നേരത്തെ ഒരാൾ കല്യാണം കഴിച്ച് അങ്ങനെ ഒഴിവാക്കിയ പെണ്ണ, അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഹല്ലാ ജാരിയത്തുൻ തുലായിബുഹ വ തുലായിബുക യാ ജാബിർ. ജാബിറെ, നിനക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടും കളിച്ച് രസിച്ച് വളരാൻ പറ്റിയ ഒരു ചെറിയ പ്രായക്കാരിയെ കെട്ടിക്കൂടെ ഇന്നലെ മോനെ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഉമ്മത്തിന് പാഠമാകാനുള്ള സംഭാഷണമാണ്. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, തങ്ങൾക്ക് അറിയാമല്ലോ എന്റെ ഉപ്പ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായതല്ലേ. ഞങ്ങൾ ചെറിയ വീടും കുറച്ച് ഈത്തപ്പനത്തോട്ടവും, അതാണ് ഞങ്ങൾക്ക് ആകെയുള്ള സമ്പാദ്യം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഉപ്പ ഉഹദ് യുദ്ധത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എന്നെയും മക്കളെയും ഒരുമിച്ചിങ്ങനെ ഇരുത്തി. ജാബിർ റളിയല്ലാഹു അൻഹുവിന് 7 പെൺമക്കളും ഒരാൺകുട്ടിയുമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, പുന്നാരനെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയെ, എന്നെയും എന്റെ പെങ്ങന്മാരെയും വാപ്പ എന്നോട്, ജാബിറെ, ഞാൻ ഉഹദ് യുദ്ധത്തിലേക്ക് പോവുകയാണ്. അല്ലാഹു ഷഹീദാക്കാൻ ഉണ്ട്. മോനെ, ഈ പെൺമക്കളെയും ഇപ്പാന്റെ കുട്ടി നോക്കണം കേട്ടോ, ഇവരെ സംരക്ഷിക്കണം കേട്ടോ. ഞാൻ ഉപ്പ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു. രണ്ടാമത് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, നിങ്ങളെ പോറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടക്ക് ഉപ്പാക്ക് കുറച്ച് പൈസ കടം വന്നിട്ടുണ്ട്. ആ കടബാധ്യതകളൊക്കെ നീ ഏറ്റെടുത്ത് വീട്ടണം മോനെ. ഉപ്പാന്റെ കടവും ഞാൻ ഏറ്റെടുത്തു. യാ റബ്ബ്, ചെറുപ്പക്കാര് കുട്ടികൾ ചിന്തിക്കണം. ഉപ്പാന്റെ കടബാധ്യത മോനെ ഏറ്റെടുത്തു, പെങ്ങന്മാരെ പോറ്റാനുള്ള ബാധ്യതയും ഏറ്റെടുത്തു. ഉപ്പാന് ഉഹദ് യുദ്ധത്തിലേക്ക് യാത്ര അയച്ചു. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ആ സ്വഹാബി റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, നബിയെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ഞാനിനി ഒരു ചെറിയ പ്രായക്കാരി പെൺകുട്ടിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള കളിയും രസമൊക്കെ ആകുമ്പോ എന്റെ പെങ്ങന്മാരെ കാര്യം ഞാൻ മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കും കൂടി ഒരു നേതൃത്വം നൽകാൻ പറ്റുന്ന പ്രായവും പാകതയും പക്വതയൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കെട്ടിയതാണ് നബിയെ. എന്റെ ചെറുപ്പക്കാർ കുട്ടികളെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തെർബിയത്ത് കിട്ടിയിരിക്കുന്ന ചെറുപ്പക്കാർ കാണിക്കുന്ന മര്യാദ കണ്ടോ. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, വാപ്പാന്റെ ഒരുപാട് കടബാധ്യതയുണ്ട്. ആ കടങ്ങളെ പറ്റി ചോദിച്ചുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? കുറച്ച് ഈത്തപ്പന മരങ്ങളുണ്ട്, കായ്ച്ചു നിൽക്കുകയാണ്. ഈത്തപ്പഴം പറിച്ച് വിൽക്കണ സമയമായിട്ടുണ്ട്. അപ്പൊ കടക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ജാബിറെ, വാപ്പാന്റെ കട ഏറ്റെടുത്തിട്ടുള്ള പൈസ തരൂലേ? ആളുകൾ ഇങ്ങനെ വന്ന് ചോദിച്ചു നോക്കുമ്പോ ഒരുപാട് പൈസ കടണ്ട്. നബിയെ, ഈ ഈത്തപ്പഴം മാത്രമല്ല, ഈത്തപ്പന നിൽക്കുന്ന ഭൂമി അടക്കം വിറ്റാലും വാപ്പാന്റെ കടം വീഴൂല. അത്ര കടബാധ്യത ഉണ്ട് വാപ്പാക്ക്. ഞാൻ എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിക്കാണ് നബിയെ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു, മോനെ ജാബിറെ, നീ വീട്ടിൽ പോയിട്ട് ഈത്തപ്പഴങ്ങളൊക്കെ പറിച്ച് നിന്റെ മുറ്റത്ത് കൂട്ടിയിടുക. ഞാനങ്ങോട്ട് വരാം. ആർക്കൊക്കെയാണോ വാപ്പ കൊടുക്കാനുള്ളത് അവരോടൊക്കെ വരാൻ പറഞ്ഞോ. ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഈത്തപ്പഴം പറിച്ചു, മുറ്റത്ത് കൂട്ടിയിട്ടു. കടക്കാരോടൊക്കെ വിളംബരം ചെയ്തു, വാപ്പാക്ക് ആരൊക്കെ വാപ്പാന്റെ പൈസ ആർക്കൊക്കെ തരാനുണ്ടോ, ആർക്കൊക്കെ കടബാധ്യത ഉണ്ടോ, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. കടം കിട്ടേണ്ട ആളുകളൊക്കെ എല്ലാവരും നിറഞ്ഞു നിൽക്കുമ്പോൾ ആരംഭ റസൂലുള്ളാഹി നബി വസല്ലമ തങ്ങൾ വന്നു. ഈത്തപ്പഴം കൂട്ടിയിട്ട ആ കൂമ്പാരത്തിന്റെ ചുറ്റുഭാഗത്ത് നബി തങ്ങൾ ഇങ്ങനെ നടന്നു. എന്നിട്ട് മുത്തുനബി ബറക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു. ആ ഈത്തപ്പഴത്തിന്റെ ചുറ്റുഭാഗത്ത് കൂടെ നടന്നിട്ട് നബി തങ്ങൾ ബറക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, കടക്കാർക്കൊക്കെ കൊടുത്തോ.
1 കിൻഡൽ കൊടുക്കേണ്ട ആള്, 2 കിൻഡൽ കൊടുക്കേണ്ട ആള്, 5 കിൻഡൽ കൊടുക്കേണ്ട ആള്, എല്ലാരും നിറഞ്ഞു നിൽക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുറഞ്ഞ ഈത്തപ്പഴം ഞാനെങ്ങനെ അളന്ന് കൊടുക്കാൻ തുടങ്ങി. ഈത്തപ്പഴം അളന്നങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഒരാൾ വരുന്നു 50 കിൻഡൽ, ഒരാൾ വരുന്നു 5 കിൻഡൽ, ഒരാൾ വരുന്നു 1/2 കിൻഡൽ, ഒരാൾ വരുന്നു 100 കിൻഡൽ. വാപ്പാന്റെ കടം പെരുകിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു. റസൂലുള്ളാഹി ദുആ ചെയ്ത ബറക്കത്ത് കൊണ്ട് ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം കുറയുന്നില്ല. എല്ലാ കടക്കാർക്കും കൊടുത്തു തീർന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു നോക്ക്, ആർക്കെങ്കിലും വാപ്പ ഇനി തരാനുണ്ടോ, ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാപ്പാന്റെ കടബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി പതിവ് പോലെ ഈത്തപ്പഴം കൊണ്ട് ചെയ്തോന്നു ചെയ്തപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാളെ കടം വീടാൻ തികയാത്ത ഈത്തപ്പഴം മുത്തുനബിയുടെ ബർക്കത്തിന്റെ ദുആ കൊണ്ട് എല്ലാ ആളുകളെ കടം വീട്ടിയിട്ടും ജാബിർ തങ്ങൾ പറയാണ്, ആദ്യത്തെ അത്ര പറിച്ചിട്ട് അത്ര പിന്നെയും ബാക്കിയുണ്ട്. ഞാനിത് പറഞ്ഞത് മുത്തുനബിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കൾ നബിയെ നല്ല പോലെ പഠിച്ചതാണ്, നബി തങ്ങളെ നല്ല പോലെ മനസ്സിലാക്കിയതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ മുത്തുനബിയിലേക്ക് പഠിക്കണ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആളാണ്. എനിക്കാണിച്ചാൽ അങ്ങേയത്തത് പട്ടിണിയാണ്. ഈ മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നശഅതു യതീമ, ഞാനൊരു യതീം കുട്ടിയായിട്ടാണ് വളർന്നത്. വഹാജർതു മിസ്കീന, പട്ടിണി കാരണമായിട്ടാണ് ഞാൻ ഹിജറ പോയത്, ഞാൻ നാട് വിട്ടത്. വഹാജർതു ബുസ്റ ബിന്ത് ബുസ്റ എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരി പെണ്ണിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വീട്ടുവേലക്ക് നിന്നു. എന്തിനെ വീട്ടുവേലക്കുന്നത്? ഞാനും എന്റെ ഉമ്മയുണ്ട്. ബി തുആമി ബൈത്തി, എനിക്കും എന്റെ ഉമ്മാക്കുള്ള ഭക്ഷണം ആ വീട്ടുകാർ തരും, അതാണ് ശമ്പളം. അങ്ങനെ നിൽക്കുമ്പോ സമിഅതു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ പറ്റി കേട്ടു. അപ്പൊ എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പൂതിയായി. ഞാൻ നബി തങ്ങളെ കണ്ടപ്പോൾ ഫസവ്വജനില്ലാഹുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അല്ലാഹു തആല ഇണയാക്കി തന്നു. ആ ഇസ്ലാമിനെ എനിക്ക് ഇണയാക്കി കിട്ടിയപ്പോൾ വസയ്യറൽ ഇസ്ലാമു അബാ ഹുറൈറത ഇമാമ, പട്ടിണിപ്പാവമായ അബീ ഹുറൈറ ലോകത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇമാമായി. ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്, എവിടെ ഇമാമായത്? അറബി കിതാബ്, തഫ്സീറിന്റെ കിതാബ്, ഹദീസിന്റെ കിതാബ്, തസവുഫിന്റെ കിതാബ്, താരിഖിന്റെ കിതാബ്, ഫിഖഹിന്റെ കിതാബ്, ഉസൂൽ ഫിഖഹിന്റെ കിതാബ്, ഇൽമുൽ കലാം, ഇൽമുൽ അദബ്, ഏത് കിതാബ് എടുത്താലും അബീ ഹുറൈറ തങ്ങളുടെ പേര് ആ കിതാബിൽ റെഡിയാണ്. എത്ര വലിയ പദവി അബീ ഹുറൈറ തങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ? നുബുവത്തിന് ശേഷം 23 കൊല്ലം മുത്തുനബിയുടെ കൂടെ അബീ ഹുറൈറ തങ്ങൾ ഉണ്ടായിട്ടില്ല. അബീ ഹുറൈറ റസൂലുള്ളാഹിന്റെ കൂടെ ആകെ എത്ര കാലമുള്ളൂ? 3 വർഷവും 2 മാസം. അതാണ് മുത്തുനബിന്റെ കൂടെ അബീ ഹുറൈറ തങ്ങൾ ജീവിച്ചതാകെ. പക്ഷേ അബീ ഹുറൈറ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്നിട്ട് ഹദീസും ആയത്തും ഇങ്ങനെ നബി തങ്ങൾ ക്ലാസ് എടുത്തു തരും. ക്ലാസ് എടുക്കുമ്പം ഞാൻ നോക്കും, അപ്പൊ കേട്ടതൊക്കെ ഓർമ്മ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊക്കെ ഓർമ്മ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവും. പടച്ചോനെ, അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ടു. തങ്ങളൊക്കെ പഴയ വഴി പോണോരാ, ഓരൊക്കെ പോയി വന്നിട്ടോട് ചോദിക്കും, ഇന്ന് റസൂലിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് എന്തേനും വിഷയം? എന്തേനിപ്പം വിഷയം? അബീ ഹുറൈറക്ക് ഓർമ്മയില്ല, പറഞ്ഞു കൊടുക്കാനാവില്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ ഇരുന്നിട്ട് കരയും. എന്നിട്ട് അള്ളാഹുവോട് ദുആന് പടച്ചോനെ നബി ക്ലാസ് വരുന്നുണ്ട്, ഞാനത് കേൾക്കുന്നുണ്ട്, എന്റെ മനസ്സിലില്ലല്ലോ, എനിക്കത് പാഠമാണല്ലോ. അബീ ഹുറൈറ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത ഇൽമ് തന്ന് എന്നെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അബീ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ,
മറവിയില്ലാത്ത ഇൽമ തന്ന് എന്നെ നീ സന്തോഷിപ്പിക്കണേ പടച്ചോനെ. ഞാനിങ്ങനെ ദ്വാർക്കും. ഒരു ദിവസം സമിഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഇ, ഞാനിങ്ങനെ കരഞ്ഞ് ദ്വാർന്നുകൊണ്ടിരിക്കുന്ന ദുആ നബി തങ്ങൾ കേട്ടു. ഞാൻ അള്ളാഹിനോട് മറവിയില്ലാത്ത ഇൽമ തരണേ എന്ന് ചോദിക്കുന്ന ദുആ അള്ളാഹു റസൂൽ കേട്ടപ്പോൾ ഫഖാല ആമീൻ, നബി തങ്ങൾ ആമീൻ പറഞ്ഞു. എന്റെ ദുആ കേട്ടിട്ട് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. നബി തങ്ങൾ ആമീൻ പറഞ്ഞതുകൊണ്ട് ബി ബറക്കത്തി ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അബൂ ഹുറൈറത അഹ്ഫളൻ നാസി ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്. 1,40,000 സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടമുള്ള സ്വഹാബി ഇമാം അബീ ഹുറൈറ. എന്താ കാരണം? മുത്തുനബിന്റെ ദുആന്റെ ബർക്കത്താണ്. ബിബറക്കത്തി ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അബൂ ഹുറൈറത അഫ്ളൻ നാസി ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്. മുത്തുനബിന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ മനപ്പാടമുള്ള സ്വഹാബി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയി മാറി. എന്താ കാരണം? മുത്തുനബി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബിയുടെ കൂടെ ജീവിച്ചുകൊണ്ട് നബിതങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം ഒപ്പിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചതാണ് അടുത്ത തലമുറ താബിഈകൾ. അവരിൽ നിന്ന് നേരിട്ട് പഠിച്ചതാണ് അടുത്ത തലമുറ താബിഈങ്ങൾ. ഓരോ നൂറ്റാണ്ടിലും മാതൃകാപരമായി ഇസ്ലാമിക ജീവിതം കാഴ്ചവെച്ച ഒട്ടേറെ മഹാന്മാരെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഔസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ. യാ റബ്ബ്, എത്ര മഹാന്മാര്! അവരുടെയൊക്കെ ജീവിതം നമുക്ക് കിതാബുകളിൽ ഒപ്പിയെടുക്കാൻ കിട്ടും. റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിലേക്ക് കടന്നാൽ ഹിജ്റ 400-ന്റെയും 800-ന്റെയും വർഷങ്ങളിൽ ഒട്ടേറെ ഔലിയാക്കളുണ്ട്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു തന്റെ താരിഖ് ബഗ്ദാദി രേഖപ്പെടുത്തിയപ്പോ താരിഖ് ബഗ്ദാദി എന്ന കിതാബ് 30 വാള്യമാണ്. ഓരോ വാള്യവും 1000 പേജിലധികമുണ്ട്. എന്നിട്ട് 30 വാള്യം എഴുതിയിട്ടും ബഗ്ദാദിൽ മാത്രമുള്ള പണ്ഡിതന്മാരും ഔലിയാക്കളും അവരെ ചരിത്രം തീർന്നിട്ടില്ല. അങ്ങനത്തെ സ്ഥലമാണ് അവർ. ആ ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഒരു 400 കിലോമീറ്റർ യാത്ര ചെയ്തു പോകണം റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം നടക്കുന്ന സമയമാണല്ലോ. ബറക്കത്തിന് വേണ്ടി പറയട്ടെ, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ ദീനി ദഅവത്ത് നടത്തിയിരുന്നത് എങ്ങനെയാണ്? അല്ലാഹു റബ്ബി. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു എല്ലാ ജീവജാലങ്ങളോടും എല്ലാ കരളുള്ള ജീവികളോടും അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയുമോ, ഞാൻ റിഫായി ഷേഖ് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഗ്ദാദിൽ പോയി. അപ്പൊ സദ്ദാം ഹുസൈനെ തകർക്കുന്നതിന് വേണ്ടിയും ഇറാഖ് നശിപ്പിക്കുന്നതിന് വേണ്ടിയും അമേരിക്കൻ പട്ടാളം അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുന്ന ഏരിയയാണ് റിഫായി ഷേഖ് തങ്ങളെ മക്കാമൊക്കെയുള്ള ഏരിയ. പടച്ചവനെ, 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലത്തേക്ക് 20 മണിക്കൂർ ഓടണം. റോഡ് അത്രയും തകർന്ന് കിടക്കാം, പാലങ്ങൾ തകർന്ന് കിടക്കാം, കോടിക്കണക്കിന് രൂപയുടെ മുതലിങ്ങനെ നശിപ്പിക്കപ്പെട്ടത് കാണാം. ബോംബ് വീണിരിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ. യാ റബ്ബ്, അങ്ങനെ കഷ്ടപ്പെട്ട് റിഫായി ഷേഖ് തങ്ങളെ നാട്ടിലെത്തി. ഞങ്ങൾ റിഫായി ഷേഖ് തങ്ങളെ നാട്ടിൽ അങ്ങോട്ട് ചെന്ന് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ സംവിധാനിച്ചിരിക്കുന്ന മൈതാനിയുടെ 3 ഇരട്ടി വലിപ്പമുണ്ട്. അവിടേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ വലിയ 2 മുനാരം വെച്ചിട്ടുള്ള കാല് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വാഗതം ചെയ്യും. ലരീഹു അഹ്മദുൽ കബീർ റിഫാഇ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡോടുകൂടെ. യാ റബ്ബ്, അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നിട്ട് റിഫായി ഷേഖ് തങ്ങളെ ചരിത്രം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ആ ചുമരിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
കടലാസുകൾ എഴുതി കണ്ണാടിക്കൂട്ടിലാക്കി വെച്ചതുണ്ട്, ചുമരിൽ എഴുതി വെച്ചതുണ്ട്. അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് കാണുന്നത്. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ജീവികളോടും ഒരുപോലെ സ്നേഹം കാണിച്ചിരുന്ന ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ടല്ലോ, എന്താ, താമസിക്കണ വീട്ടിലോ പറമ്പിലോ പാമ്പിന്റെ ശല്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? റിഫാഈ ശൈഖ് തങ്ങളെ പേരിൽ കോയിനെ നിർത്തിയാക്കും. ഇവിടെ ഉണ്ട്, പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. എന്തായാലും നിങ്ങളൊന്നും ഉണ്ടാത്ത ഇല്ല. നമ്മളൊക്കെ ചെറിയതായി ഓതാൻ പോയി നിന്ന് പിന്നെയും ഓതാൻ പോകാൻ തോന്നിയത് എന്താ? നിങ്ങൾ നീർച്ചക്കോയിന് അർത്ഥത്തിന്റെ കാലുണ്ടാവും. അല്ല, എവരുടെ റോർച്ചിന്റെ വണ്ണുണ്ടാവും കാലിന്. അതാ മുൻഷിയായി പരീക്ഷയ്ക്ക് പോയി നോക്കുമ്പോ ഒന്നും കിട്ടാനില്ല. നമ്മൾ ഉസ്താദ് പറഞ്ഞ ഇജ്ജിത് ഓതി പഠിച്ചേങ്ങായി റിഫാഈ ശൈഖ് തങ്ങളെ കോയിന്റെ കാല് കിട്ടുക മനസ്സിലാവും. അങ്ങനെയാണ് നമ്മളന്ന് ഓതാൻ പോയാൽ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ ജീവികളും നമ്മളെ വീട്ടിലോ പറമ്പിലോ ഒക്കെ ഇങ്ങനത്തെ സർപ്പം പോലത്തെ തേള് പാമ്പ് പോലെ ഉണ്ടായാൽ റിഫാഈ ശൈഖ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇനി എന്നെ ഇവിടെ കാണാൻ പാടില്ല കേട്ടോ, ഞാൻ റിഫാഈ ശൈഖ് തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഞാൻ റിഫാഈ ശൈഖ് തങ്ങളെ കോടതിക്ക് പറഞ്ഞേക്കണേ, ഇനി ഇവിടെ എന്നെ കാണാൻ പാടില്ല എന്നാ പിന്നെ ആ പാമ്പിനോടെ കാണൂല. പക്ഷെ എന്ത് വേണം? പറയണോന് റിഫാഈ ശൈഖ് തങ്ങളെ വിശ്വാസം വേണം. മനസ്സിലാക്കി? കുറച്ച് നമ്മളും കുറച്ച് അള്ളിയെന്ന് കണക്കണുണ്ടല്ലോ, ഓനിതിന് പാകാവില്ല. മുജാഹിദ് പറയുന്നിടത്തും കുറച്ച് ശരി, ജമാഅത്തുകാർ പറഞ്ഞിടത്തും കുറച്ച് ശരി, എല്ലാം ശരി വെച്ചിങ്ങാണ്ട് നടക്കണമുണ്ടല്ലോ, ഓൻ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കും ബഹുമാനപ്പെട്ടവർ. മാത്രമല്ല റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അവിടെ എഴുതി വെച്ചത് കാണാം. ദിവസവും വൈകുന്നേരമായാൽ ബഹുമാനപ്പെട്ട റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിട്ട് ആ പക്ഷികളൊക്കെ ഇങ്ങനെ തിരിച്ച് കൂട്ടിലേക്ക് പറന്നു വരുന്ന സമയമാണ്. ഇര തേടിപ്പോയിരിക്കുന്ന പക്ഷികളുണ്ടാകും. ആ പക്ഷികൾ ഇങ്ങനെ പറന്നു വരുന്ന സമയമാണ് വൈകുന്നേരം. കണ്ടിട്ടില്ല നിങ്ങൾ? പക്ഷികൾ എത്രയോ കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കും. ഓരോ കാലാവസ്ഥയിൽ പക്ഷികൾ പല ഭാഗത്തേക്കും സഞ്ചരിക്കും. നമ്മുടെ കടലുണ്ടിപ്പുഴയിലേക്ക്, ആ കടലുണ്ടിപ്പുഴയുടെ ഭാഗത്തേക്ക് പറന്നു വരുന്ന പക്ഷികൾ 18,500 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്തിട്ട് വരുന്ന പക്ഷികളുണ്ട് എന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര ദൂരം പറക്കുന്ന പക്ഷികളുണ്ട്. ആ പക്ഷികൾ ഇങ്ങനെ പറന്നു വരുമ്പോൾ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയിട്ട് ആ പക്ഷികൾക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കും. എന്തേ? ഓ, ഈ പക്ഷികൾ വരുന്നത് മദീനയുടെ ഭാഗത്ത് നിന്നല്ലേ? ഓ, പക്ഷികളോട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, നിങ്ങൾ മദീനയുടെ മുകളിലൂടെ പറന്നപ്പോൾ നിങ്ങൾ മദീനത്തെ മണൽത്തരിയുടെ മുകളിലൂടെ പറന്നവരല്ലേ? നിങ്ങൾ മുത്തുനബിയുടെ പച്ച കുബ്ബയുടെ മുകളിലൂടെ വന്നവരല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുബ്ബ കണ്ടവരല്ലേ? ആ പക്ഷികൾ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ട് പറന്നു വരുമ്പോ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു ആ പക്ഷികൾക്ക് സ്വീകരണം കൊടുക്കുകയാണ്. ആളുകൾ ചോദിച്ചു, അല്ല റിഫാഈ ശൈഖ് തങ്ങളെ, എന്താ ഈ പക്ഷികൾക്ക് നിങ്ങൾ ഇങ്ങനെ സ്വീകരണം കൊടുക്കാൻ? ആ സമയത്ത് പറയുന്നു, ഇവര് ആ ഭാഗത്ത് നിന്ന് പറന്നു വരികയാണ്. അവിടെയല്ലേ മദീന മുനവ്വറ, മുത്തുനബിയുടെ പച്ചക്കുബ്ബയുടെ മുകളിലൂടെ പറന്ന പക്ഷികളല്ലേ? മുത്തുനബിയുടെ മദീന കണ്ട കണ്ണല്ലേ? മദീനയിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾക്ക് സ്വീകരണം കൊടുത്തിരുന്ന ആളാണ് റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു. മാത്രമോ റിഫാഈ ശൈഖ് റളിയല്ലാഹു, ഞാനിതെന്തിനാ പറയുന്നത്? നമ്മൾ മഹാന്മാരെ പറ്റി ഓർത്താ പോരാ, അനുസ്മരിച്ചാ പോരാ, നമ്മളെ ജീവിതത്തിലേക്ക് അവരെ ജീവിതം പകർത്തണം. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു നാട്ടിലിങ്ങനെ ഇറങ്ങി നടക്കും. ആരാണ് വിധവകളായ പെണ്ണുങ്ങളുള്ളത്? ആരാണ് യതീമക്കളെ പോറ്റുന്ന ഉമ്മമാരുള്ളത്? അതുപോലെ വരുമാന മാർഗങ്ങളില്ല. പിന്നെ അന്നത്തെ വരുമാന മാർഗം എന്താണ്? കാട്ടിൽ പോയിട്ട് വിറകുണ്ടാക്കുക, ആ ഹന്തയിൽ കൊണ്ട് വന്നിട്ട് വിൽപ്പന നടത്തുക, അതുകൊണ്ട് കിട്ടുന്ന ചില്ലിക്കാശ്, അതൊരു വരുമാന മാർഗമാണ്. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു വിധവകളും യതീമുമായ പെണ്ണുങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുന്നു. എന്നിട്ടോ റിഫാഈ തന്നെ മലമുകളിൽ പോയിട്ട് വിറകുണ്ടാക്കി, ആ വിറക് വിറ്റിട്ട് ആ പൈസ വാങ്ങി ആ വിധവ
പെണ്ണിനും മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എത്രയോ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി കിടക്കുന്നത് കാണാം. ശൈഖ് റളിയല്ലാഹു അൻഹു മലമുകളിൽ പോയിട്ട് വിറക് ശേഖരിച്ചിട്ട് അത് മാർക്കറ്റ് വന്ന് വിറ്റ് ആ പൈസ കൊണ്ട് ഗോതമ്പ് വാങ്ങിയിട്ട് അത് വിധവകൾക്ക് എത്തിക്കാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മാതൃകയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാണാത്ത ആളുകൾ, അതുപോലെ വൈകല്യമുള്ള ഭിന്നശേഷിയുള്ള ആളുകൾ, അംഗവൈകല്യമുള്ള ആളുകൾ, അവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് സഹായിക്കും. പടച്ചവനെ, റിഫായി ശൈഖ് റളിയല്ലാഹു നാട്ടിലാണ്. ഇപ്പൊ ചന്ദനാണ് എല്ലാത്തിനും ആദായം കിട്ടുക. ഇന്നിപ്പോ അതിന് ചന്ദന്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് മുലക്കുപ്പി വാങ്ങിയ കുട്ടി ഫ്രീ ആണ്. അങ്ങനത്തെ അത്രയും ഓഫർ കിട്ടുന്ന കാലായി. പിന്നെ ചന്ദന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ആൾക്കാർ പറ്റിച്ചണേ നോക്കണം അല്ലേ? നമ്മളവിടെ ചായക്കച്ചവടക്കാരുണ്ട് ഇനി തന്നെ പണ്ടേ. ഓനെ പീടിയൊക്കെ ആയിരുന്നാണ്ട് കുറച്ച് വളവന്മാര് ചായ കുടിച്ചു. ചായയും കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേ പീടിയക്കാരനോട് ചോദിച്ച് ബില്ല് എത്രയായി? ബില്ല് 90 റുപ്യായി. അപ്പൊ ഒരു ചങ്ങായി എന്ത് ചെയ്ത്, പീടിയ കച്ചവടക്കാരൻ ചെറിയൊരു ബുദ്ധി കമ്മിയാന്ന് കണ്ടപ്പോ ഓനൊരു 10ന്റെ നോട്ടെടുത്തു. അയിമൽ ഒരു 0 കൂടി ഇട്ടു. അപ്പൊ എത്രയായി? 10ന്റെ നോട്ടുമ്പോ ഒരു 0 ഇട്ടാ എത്രയായി? 10ന്റെ നോട്ടുമ്പോ ഒരു 0 കൂടി എടുത്ത് കൊടുത്തു. അപ്പൊ മറ്റോ എന്ത് ചെയ്ത് അതവിടെ വാങ്ങി വെച്ച് ബാക്കി ഇങ്ങോട്ടും കൊടുത്തു. ഇവരൊക്കെയാണ് പോയതിന്റെ ശേഷം പീടിയ കച്ചവടക്കാരനോട് അവിടെ നിൽക്കണോ നല്ല ചെയ്തു വെച്ചു. ഓരോ 10ന്റെ നോട്ടുമ്പോ 0 ഇട്ടുകാണാണ് എനിക്ക് നോട്ട് തന്നിക്കണ കേട്ടോ, ജോലിക്ക് ബാക്കി കൊടുത്തില്ല. ഞാൻ മനസ്സിലാക്കിക്കണ ഇന്നെ പറ്റിച്ചാണെന്ന് ഓർക്ക് കഴിയൂല. ഇജെങ്ങനെയാ പറ്റിച്ചെന്ന് വെച്ചു. ഞാനേ 100 നോട്ടുമെന്ന് ഒരു 0 വെളുപ്പ് കൊടുത്തു. അപ്പൊ എങ്ങനെ ഇതൊക്കെ നമുക്ക് എവിടെ നടക്കും? ഇതിലെങ്ങനെ വളവ് വിൽക്കാൻ വേണ്ടി നടക്കും. ഇവിടുന്നാണ് വിട്ടാല് മുൻകറിനെ കയറുന്ന കയ്യില. അവിടെ നടക്കണോ? പണിയെടുക്കന്നെ വേണ്ടി വരും. അള്ളാഹു ഹൈറാക്കിട്ട് കൂടാൻ പറ്റാതെ വന്നു. ഉസ്താദെ, നിങ്ങൾ ഈ സുന്നി മുജാഹിദും അതിന്റെ വലിയ വ്യത്യാസമുണ്ട്. എന്തേന്ന് ചോദിച്ചു. മുജാഹിദിന്റെ പ്രസംഗം കേട്ടാല് ആൾക്കാർ ബേക്ക് കൂടുന്നുണ്ട്. നിങ്ങളെ വയലിൽ കേട്ടാ അത്ര കൂടുന്നില്ല. നിങ്ങൾക്കൊന്നും അപ്പൊ ഞാൻ പറഞ്ഞ അത് ശരി തന്നെയാണ്. ഒരാളെ എത്ര നേരെ ഇരുന്നാലും ആരോഗ്യമാണ് പകരൂല. അതേ സമയത്തോ ചൊറി കുഷ്ഠം പിടിച്ചുകാണ്ട് ഉള്ള രോഗിക്കാണെങ്കിൽ വേഗം പകരും അല്ലേ? അതുകൊണ്ട് ആരോഗ്യം മോശമാണ്, ചൊറിയാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും പറയലുണ്ട്. ചൊറിയുള്ളവന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് നോക്കുകയാണെങ്കിൽ പോകുമ്പോ അവനും മാറ്റി കൊണ്ടാ പോവുക. മനസ്സിലാക്കി? ആരോഗ്യമുള്ളവന്റെ അടുത്ത് എത്താലും നിങ്ങളെടുത്ത് ഇപ്പൊ അതാ മൂലയിട്ട് ഇരിക്കണം, നിങ്ങളെടുത്ത് തടി മണ്ണുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വണ്ണം വെക്കും. അള്ളാഹു രണ്ടാക്കും ആഫിയത്ത് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തി ആരോഗ്യ ഇങ്ങോട്ട് പകരൂല. ചോറിയുള്ള കുറച്ചേരെ ഇരുന്നാൽ മതി, മാറ്റി ഇങ്ങോട്ടാ പോകാതെ. അപ്പോ ഈ മുജാഹിദൊക്കെ പകരും എല്ലാം നിൽക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ചന്ദന്റെ ദിവസം ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യും? ആളുകളൊക്കെ ചന്തിക്ക് പോവുകയാണ്. മുതലാളിമാരും കച്ചവടക്കാരും ഒക്കെ ചന്തിക്ക് പോവുക. തന്റെ ദിവസം നേരത്തെ നിൽക്കും. വരുന്നു. അവർ വഴി തെറ്റിയിട്ട് കുണ്ടിൽ വീഴാതിരിക്കാൻ, കുഴിയിൽ വീഴാതിരിക്കാൻ, വികലാംഗരുന്നുണ്ടാകും. അവർ കഷ്ടപ്പെടാതിരിക്കാൻ റിഫായി ശൈഖ് തങ്ങൾ കണ്ണ് കാണാത്തവരൊക്കെപ്പോഴേക്കും പിടിച്ച് കൈ ഞങ്ങൾ എങ്ങോട്ടാ? ഞാൻ ചന്തയിലേക്ക് പോകാം. എന്നാ ഒരു ചുവട് ഇരിക്കുമ്പോ ഒപ്പം പോകാം, ഞാൻ കൊണ്ടാക്കി തരാം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്തിട്ട് 20 25 കണ്ണ് കാണാത്തവന്റെ കൈ പിടിച്ച് നടന്ന ഔലിയാക്കളുടെ നേതാവാണ് റിഫായി ശൈഖ്.
ഒരു ദിവസം റിഫായി ശേഖ് തങ്ങൾ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. കുറച്ചങ്ങോട്ട് പോൾ നടക്കാൻ വയ്യാത്തവരാണ്ട് ചന്തി വെച്ച് നിരങ്ങിയിട്ട് ഇങ്ങനെ പോണ്. ഇങ്ങനെ ചന്തി വെച്ച് നിരങ്ങിയിട്ട് ഇങ്ങനെ പോണുണ്ട്. അപ്പൊ റിഫായി ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ചന്തയിലേക്ക് പോവുക. റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വാരിയെടുത്തിട്ട് റിഫായി ശേഖ് തങ്ങൾ അത് ചുമലിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കന്മാരുടെ ഔലിയാക്കളെ രാജകിരീടം അലങ്കരിച്ച റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു നടക്കാൻ വയ്യാത്ത വികലാംഗനെ എടുത്ത് ചുമലിൽ വെച്ചു. ഒരു കൈ കൊണ്ട് കണ്ണ് കാണാത്ത ആളെ പിടിച്ചു. എന്നിട്ട് റിഫായി ശേഖ് തങ്ങൾ ചന്തയിലേക്ക് പോകുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കാണ്. ഒരു കൈയിൽ കാണാത്ത ആൾ ചുമലിൽ വയ്യാത്ത ആളുടെ പേരെയും ചുമന്നുകൊണ്ട് റിഫായി ശേഖ് തങ്ങൾ നടക്കുന്ന കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ സഹോദരങ്ങളെ, മനസ്സിലൊന്ന് കാണിച്ച. അങ്ങനെ മാർക്കറ്റിൽ ചന്തയിലെത്തി, കണ്ണ് കാണാത്ത ആൾ അവിടെ ഇരുത്തി, നടക്കാൻ വയ്യാത്ത ആളെ താങ്ങി അവിടെ ഇരുത്തിയിട്ട് റിഫായി ശേഖ് തങ്ങൾ ആ ചന്തയിലെ ഓരോ കടയിലും പോയിട്ട് ആയിരിക്കുന്ന ആൾക്ക് കണ്ണ് കാണൂല, മറ്റേ ആൾക്ക് നടക്കാൻ വയ്യ, നിങ്ങളെ ധർമ്മങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിതെന്തിനാണ് പറയുന്നത്? മുത്ത് മുഅ്മിനുകളെ ജീവിക്കുന്ന ഈ കാലഘട്ടം തന്നെ കടന്നുകൊണ്ട് പടച്ച റബ്ബിനെ വാങ്ങാൻ കഴിയുന്നില്ല. ഒരുപാട് ഖുർആൻ ഓതാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഫറളാരും നിസ്കരിച്ച് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഫലഖതഹമൽ അഖബ ഫഖറഖബ ഔ യത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ മിസ്കീനൻ ദാ മത്രബ ഖാല അല്ലാഹു അസ്സ വജൽ. തങ്ങളെ പറ്റിയാണോ പറയണത്? അപ്പം അടുത്തീന് ചോറുണ്ടാവും അല്ലെ? ഇപ്പൊ അള്ളാഹു റഹ്മത്ത് ചെയ്യണം. പെണ്ണുങ്ങളൊക്കെ തരും. പെണ്ണുങ്ങൾ തരാതെ ഒരു പേരിന്ന് ഇറങ്ങുമ്പോ തന്നെ 100 ഉറുപ്പിക എടുത്തുകൊണ്ടാ പോകാറില്ല എല്ലാവരും. 100 500 കൊണ്ടുതന്നെ ഉണ്ടാവും. ഇപ്പൊ ഞോല മട്ടം പോലെ ചെയ്തോട്ടെ. ചിലപ്പോ ചില്ലറല്ല നീ അറ്റിയാണ് എടുക്കാതെ പോകാറില്ലല്ല. പണ്ടേ അതൊക്കെ നന്നായി. 50 ഇല്ലാത്തവര് 100 കൊടുക്കും, 100 ഇല്ലാത്തവര് 500 കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. നമ്മളെ സഹോദരിമാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളൊരു പരിപ്പിച്ചല്ലോ. നമ്മളൊക്കെ എല്ലാം സന്തോഷം തരണം. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞു? ഖാലിദ് മരിയാനാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ഇരിക്കാതെ. ഇവിടെ നാട്ടുകാരനായിക്കോട്ടെ അല്ലേ? ഇവിടെ നാട്ടുകാരനായിട്ട് ഇരിക്കുകയാണ്. കുവൈത്തിൽ സംഘടന എല്ലാ കുടുംബ കൊടുക്കും. അപ്പം അവയോ തങ്ങൾക്ക് അതാണ് മൊത്തത്തിൽ വെള്ളാണെന്ന് മനസ്സിലായാലേ. ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബപരം പേരെ കുട്ടികൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആള്, ഒരു ഭാഗത്ത് വയ്യാത്ത ആള്, അവരെ പിടിച്ചുകൊണ്ട് മൂപ്പര് പോയ പോക്കുങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു കണ്ണ് കാണാതെ സഹായിക്കും ബസ്സിലായിരിക്കണം. കണ്ണ് കാണുന്നവരെക്കാട്ടും ഉഷാറാണോ? നമ്മളെ കണ്ണ് കാണുന്ന നമ്മൾ ആ പോക്ക് പോകില്ല. അങ്ങനത്തെ പോക്കാവാൻ പോണത് നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ കാലത്തെ അടുത്ത സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആള് കയറി. കണ്ണ് കാണാത്ത ആള് കയറിയിട്ട് കണ്ണുള്ളവരെ കണ്ണില്ല, പാവത്തെ കണ്ടില്ലെന്ന് നടിക്കരുത്. ആശിച്ച് നീട്ടി കാശുകൾ വാങ്ങും വേഷം കെട്ടാൻ ആശയവിധം. അപ്പൊ അടുത്ത സീറ്റിൽ നിന്ന് ഒരു ചങ്ങായി പറയാം, നല്ല ചൂടാണ്.
നോക്ക് നിങ്ങൾ ഇവന് കണ്ണ് കാണാത്തതോ ഓനും ഭക്ഷണം കിട്ടാത്തതോ അതൊന്നുമല്ല, നല്ല ചൂണാന്നുള്ളടത്താവോ നോക്കി. ഇതാണ് നമ്മളെ മനസ്സ്. ഞമ്മക്ക് എവിടുന്ന പിന്നെ രക്ഷ കിട്ടുക? പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു മീൻ വാങ്ങിയാൽ അതിനെ മുള്ളെങ്കിലും പൂച്ചക്ക് കൊടുത്തുകൊണ്ട് ധർമ്മം ചെയ്തോ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കുമാണ് ഭക്ഷണം കൊടുത്തത്. നാട്ടിൽ ഒരു പനി, നമ്മുടെ നാട്ടിൽ ഒരു പനി ഉണ്ടായിരുന്നതിന് മുമ്പ് എന്ത് പനിയേനി? ഡെങ്കിപ്പനി അല്ലേ? പിന്നെ പന്നിപ്പനി, പക്ഷിക്ക് പിന്നെ പേര് മാറ്റിക്കാനാണ് എന്തായത്? HIV. പന്നിപ്പനി തന്നെയാണ്. എന്താ നിങ്ങള് പന്നിമാംസം കഴിക്കാർ ഒരു പ്രതിഷേധിച്ച പേര് മാറ്റിയതാണ്. സംഗതി പട്ടാളപ്പള്ളി എന്ന് പറഞ്ഞാലും സംഗതി മൊയ്തീൻ പള്ളിയാണ്. എന്താ എനിക്ക് അതുകൊണ്ടൊന്നും മൊയ്തീൻ പള്ളി അത് അല്ലാതെ ആവില്ല. അപ്പോ ഒരു പനി വന്നു, വല്ലാത്ത ചത്തു തീര, പട്ടിക്ക് വിറച്ചു പനി, എന്നിട്ട് ശരീരത്തിൽ എഴുപ്പ്, അത് പൊട്ടിയിട്ട് മൊത്തം ഇങ്ങനെ പോവുക. അങ്ങനെ രോഗ പട്ടി നമ്മളെ വീട്ടത്ത് വന്നെന്താ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വക ഒരു സേവനം, ഒരു ഉരുളങ്കല്ലെടുത്ത് വരാൻ കണ്ട ഒരേറ് നമ്മളെ വക, നമ്മളെ കാരുണ്യ പ്രവർത്തനം. ആനായ എന്താ ചെയ്തത്? ആ പാലാട്ടി ഇങ്ങനെ നിന്നു, വല്ലാത്ത വിഷം. ഉടനെ വീതിയുള്ള ഇല വെട്ടി, ആ ഇല വെട്ടിയിട്ട് റിഫായി ശൈഖ് തങ്ങൾ വിരിച്ചു. ചെറിയൊരു കൂടുണ്ടാക്കി. കിതാബ് പറയുന്ന മുകൾ ഭാഗത്ത് കുടുസും അടിഭാഗം വിസ്താരമുള്ള കൂട് കെട്ടി, എന്നിട്ട് ആ വിരിച്ച ഇലയിൽ പട്ടിയെ കൊണ്ട് മലമുകളിലേക്ക് കയറി മരുന്നുകൾ പറിച്ചുണ്ടാക്കി. എന്നിട്ട് ജെയ്ത്തെണ്ണയിൽ വെച്ച് കാച്ചി ഒരു പട്ടിട്ട് ആ പട്ടിയുടെ ശരീരത്തിന് പുരട്ടിക്കൊടുത്തു. പച്ചമരുന്നിന്റെ ചികിത്സ ഒരു കോഴ്സാണ്. 40 ദിവസം ആ പട്ടിയെ ചികിത്സിച്ച് കൂട്ടി നോക്കുമ്പോ എന്താ പട്ടിന്റെ ഉഷാറ്! പട്ടിനെങ്ങനെ നോക്കിയാൽ കെട്ടിച്ച അങ്ങനത്തെ മട്ടത്തില ഹൗലും കരിയിലെ ടാപ്പ് വെച്ച മാതിരി മര്യാദ ഇങ്ങനെ വെച്ചേക്കാൻ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല അഹമ്മദുൽ കബീർ തങ്ങളെ, നിങ്ങൾ എന്റെ ഈ പട്ടിനെ ഇങ്ങനെ ചികിത്സിക്കാൻ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, രോഗം തരുന്നവനാണ്, ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്. ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ഓരോ ജീവികൾക്കും അല്ലാഹു തആല മാർഗം കൊടുത്തിട്ടുണ്ട്. ഓരോ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അല്ലാഹു റബ്ബി, വാൽമാക്രിയും മത്സ്യവും അവരൊക്കെ ഇങ്ങനെ എന്താണ്? അവരിങ്ങനെ വെള്ളത്തിൽ വിരിഞ്ഞുണ്ടാകാണ്. അവരിങ്ങനെ വെള്ളത്തിൽ വിരിഞ്ഞുണ്ടാകുമ്പോ ആ വിരിഞ്ഞുണ്ടാകുന്ന വാൽമാക്രിയും മത്സ്യവും അതിനെ പിടിച്ച് തിന്നാനാണ് തവളങ്ങനെ അത്തയ്യാത്തിരിക്കുന്നത്. കണ്ടങ്ങള് വെള്ളക്കാഴ്ച തവളങ്ങനെ അത്തയ്യാത്തിരിക്കാം. മീൻകുട്ടികൾ ഇങ്ങനെ വരുമ്പോ ഒറ്റപ്പെടുത്താണ്. അപ്പൊ തവള മീൻകുട്ടികളെ പിടിച്ചു തിന്നു. ആ തവള അങ്ങനെ അത്തയ്യാറാണ് എന്ത് വരുന്നത്? ആ വഴിക്ക് പാമ്പ് വരുന്നത്. തവളയെ പിടിച്ച് ആര് പിടിക്കും? പാമ്പ് കഴിക്കും. അല്ലാഹു തആല ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഓരോ ജീവികൾക്കുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തോളും. പക്ഷേ രോഗം രോഗത്തിന് ചികിത്സിക്കാൻ ജീവികൾക്ക് അറിയില്ല. പിന്നെന്താണ്? പട്ടിക്ക് അറിയില്ലല്ലോ. ആ പട്ടി വേദന സഹിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് വാലാട്ടിയിട്ട് വണങ്ങി നിന്നപ്പോൾ ആ പട്ടിക്ക് ചികിത്സ അറിയുന്നത് മനുഷ്യരായ നമുക്കല്ലേ? അതിന് ചികിത്സ കൊടുക്കാതിരുന്നാൽ നാളെ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് റബ്ബേ, അഹ്മദുൽ കബീർ റിഫായി നാളാണ്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷേ ഞാൻ രോഗമായി വേദനപ്പെട്ട് അഹ്മദുൽ കബീർ തങ്ങളെ സമീപിച്ചപ്പോൾ എനിക്ക് മരുന്ന് തന്നിട്ടില്ല എന്ന് പട്ടി അള്ളാനോട് എന്നെപ്പറ്റി കേസ് പറഞ്ഞാലോ? പടച്ചോനെ, അള്ളാഹ് പറ്റി എന്നെപ്പറ്റി കേസ് പറഞ്ഞാലോ?
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔലിയാക്കളെ ജീവിതം ആണ് നമ്മളെ മനസ്സ് നന്നാക്കുക. ഔലിയാക്കളെ ജീവിതം പഠിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിന് മാറ്റം. നമ്മളെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മഹാനാണല്ലോ പാപ്പ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തേനൂരിൽ പാപ്പാന്റെ ആണ്ടിന്റെ അന്ന് വയറു പറയാൻ വേണ്ടി പോയി. അപ്പൊ മൂപ്പരെ പേരക്കുട്ടി മറ്റുമൊക്കെ ഉണ്ട്. അവിടെ തേനൂരിൽ പാപ്പാന്റെ ചരിത്രമൊക്കെ ഉള്ള ബുക്കുണ്ട്. അപ്പൊ എന്താ തേനൂരിൽ പാപ്പാന്റെ ചരിത്രം? കോട്ട അങ്ങാടി എന്ത് ചെയ്തു? ബെല്ലച്ചക്കര വാങ്ങി. സാധനം ബെല്ല വാങ്ങിയിട്ട് കാത്തു നിന്നു ബസ് എപ്പോഴെങ്കിലും ആ ബസ് വരിക. ബസ് വന്നാൽ തന്നെ കുളിച്ച് തുണിങ്ങിപ്പോയൊക്കെ വന്നാലും ബസ് ഇന്നത്തെ അതിലുള്ള പുതിയ ഇങ്ങനെയാണ് പോകല് തുടങ്ങിയിട്ടില്ലല്ലോ. കൂക്കൂ കൂക്കൂ തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി എന്നൊക്കെ പാട്ടി പഠിക്കുന്ന കാലാണ്. ആദ്യമായിട്ട് നമ്മളെ നാട്ടിൽ കൂടെ ഒരാൾ ബൈക്കുമ്മ പോയി, മോട്ടോർ സൈക്കിളും ഇങ്ങനെ പടപടപടപടാന്നുണ്ട്. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പാടെ കൂട്ടക്കരച്ചിന് ഒരു ജന്തുണ്ട് ഒരു മനുഷ്യനെയും കടിച്ചു പോണോന്ന് പറഞ്ഞോളൂ. എന്താണ് അങ്ങനത്തെ കാലഘട്ടം ഇവിടെ കഴിഞ്ഞിരിക്കണ്. ഇപ്പോഴാണ് അല്ലേ? ഇപ്പൊ അടുത്ത കാലത്ത് അല്ലേ ഇപ്പൊ ഇതൊക്കെ വന്നത്. നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി വന്നപ്പം നമ്മൾ ഈ ചാറ് വളമ്പട തണ്ണിപ്പിഞ്ഞാളത്തിന്റെ പാത്രമുണ്ട്. ഈ എലിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ തണ്ണിപ്പിഞ്ഞാളത്തിന്റെ പാത്രത്തിൽ ഇങ്ങനെ കുത്തിക്കൊടുത്ത് പച്ച നമ്മളവിടെ ആലിക്കുട്ടിയാക്കണ്ടേ. മൂപ്പര് ഈ ഇതിങ്ങനെ പോയിങ്ങാണ്ട് ഇതിന് പൊട്ടിച്ചു നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇറച്ചി. എനിക്കും വേണ്ടാന്റെ കുഴച്ച ചോറുക. മൂപ്പര് വിചാരിത് ബാക്കിയുള്ളതൊക്കെ പാടെ കുഴച്ചു കൂട്ടി വെച്ചേക്കാണ്. അങ്ങനെ ബിരിയാണി നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല പണ്ട്. അങ്ങനത്തെ ഇപ്പൊ കതിയാത്ത വരെ ബിരിയാണി വെക്കൽ തുടങ്ങി. ഓരോ കാലത്തിന് വന്ന മാറ്റം. അന്ന് കാത്തു നിന്നു, കുറെ കാത്തു നിന്ന് വാഹനം എടുത്ത് വാഹനത്തിൽ കയറി പോയി. അപ്പുറത്ത് കൂരാട് പോണല്ലോ 5-6 കിലോമീറ്റർ. വെള്ളച്ചക്കറിന്റെ പൊതിയെടുത്തിട്ട് അത് കൊടുത്ത് വീട്ടുകാരിത് കെട്ടഴിച്ച് നോക്കുമ്പം അതിൽ നിറയെ എറുമ്പ്. ചക്കരകളോടത്ത് എറുമ്പ് വരുമെന്ന് പറയാണ്ടോ, നിറയെ എറുമ്പ്. അല്ല ഇത് എവിടുന്ന് നിറച്ച് എറുമ്പാണല്ലോ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ മക്കളെ പിഞ്ഞാണി അങ്ങോട്ട് തന്നെ പൊതിയുന്ന ആ പൊതി പൊതിഞ്ഞിട്ട് തേനൂരിൽ പാപ്പ കരഞ്ഞു. ഒരാൾ ഈ ഉറുമ്പിന്റെ കുടുംബക്കാരും ബാക്കിയുള്ളവരൊക്കെ കോട്ടക്കലല്ലേ, ഞാനിതിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയാണെങ്കിലോ ഈ ഉറുമ്പരെങ്കിലും മക്കളറിയും തള്ളോ തന്ത അവിടെയും മക്കൾ പടിയായോ, പടച്ചോനെ ഞാൻ ഈ ഈ ഉറുമ്പിന്റെ കൂട്ടം തെറ്റിച്ച ആളായി പോയോ. തേനൂരിൽ പാപ്പ കരയാണ്. കരഞ്ഞിട്ട് ആ ബെല്ലച്ചക്കറിന്റെ പൊതിയേറ്റ് ഓടിപ്പോരാണ്. ബഹുമാനപ്പെട്ടവർ സുബ്ഹാനഹു കോട്ടക്കൽ തിരിച്ചെത്തി. എന്നിട്ട് ആ ബെല്ലച്ചക്കറിന്റെ പൊതി അവിടെ വെച്ചിട്ട് കെട്ടിവെച്ചിട്ട് പറയാണ്, മക്കളെ നിങ്ങളൊക്കെ നിങ്ങളെ കുടുംബത്തേക്ക് പോയിക്കോളിട്ടോ, തേനൂനെ പറ്റി അള്ളാഹിനോട് കേസ് പറയരുത്. ഒരു ഉറുമ്പ് അള്ളാഹിന്റെ അടുത്ത് കേസ് പറയുന്ന പേടിച്ചതാണ് പഴയ മഹാന്മാര്. ഇന്ന് ഞാൻ എത്ര കൊല്ലാനും എത്ര ഇസ്ലാം അതിരിയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ തീവ്രവാദി സംഘടന, ഇവിടെ ബോംബ് സ്ഫോടനം, അവിടെ ഏത് അക്രമം. ഒരു ഉറുമ്പിനെ എന്റെ കാരണത്താൽ കൂട്ടം തെറ്റരുതേ. അതാണ് ഔലിയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൃപ കിട്ടണോ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും കിട്ടണമെങ്കിൽ ഇർഹമൂ ഫിൽ അർളി, അള്ളാഹുവിനോട് നിങ്ങൾ കാരുണ്യം കാണിച്ചെങ്കിലേ അള്ളാഹുവിന്റെ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഈ ജീവിതം. വിശപ്പ്, ദാഹം, ഇതൊക്കെ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ മര്യാദ പഠിപ്പിച്ചല്ലോ. ഉമ്മ ചോറ് വെക്കാനുള്ള അരി എടുത്തു, എന്നിട്ടോ വെച്ചു എന്നാ പറയല്, പുറത്തെ പാത്രത്തിൽ അവിടെ വെച്ചു. അതിന്റെ അടിയിൽ കുട്ടീന്ന് ഒഴിച്ചു. കുട്ടി കരഞ്ഞപ്പോ അരി വെച്ച ഓർമ്മയില്ലാതെ ഉമ്മ വേഗം പാഞ്ഞ് കുട്ടി അരിയിനോടത്ത് പോയി. കുട്ടിനെ എടുത്ത് തിരിച്ചു വന്നപ്പോണ്ട് കോയി ഇങ്ങനെ അരിമണി പുറത്തെടുത്തു. അപ്പൊ നമ്മളെങ്ങനെ പണ്ടാറം കോയി എന്ന് പറഞ്ഞ് കാണാൻ വരിക.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസുബ്ബുദ്ദീക്ക്, കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതിന്റെ സൃഷ്ടിയാണ് കോഴി, അതിനെ നിങ്ങൾ ചീത്ത പറയണ്ട. ഔലിയാക്കളും അദ്ദേഹത്തിന്റെ മുരീദുമാരും ഒരുമിച്ചിങ്ങനെ നടക്കുക. അപ്പൊ വയലിലൂടെ നടന്നു പോകുമ്പോൾ നടുക്കിങ്ങനെ വരമ്പിട്ടിട്ടുള്ള വഴി, ഒറ്റ വഴി അങ്ങോട്ട് വരാനുള്ളൂ, ഒരു വഴി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഉള്ളൂ. അപ്പൊ തന്നെ ഒരുമിച്ച് നടന്നു പോകും. അവിടെ നായ, അപ്പൊ ശേഖന്റെ മുമ്പ് കണ്ടപ്പോൾ ശിഷ്യന്മാർ ആ നായയെ ആട്ടിയോടിങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളതിനെ ദുൽമ ചെയ്യരുത്, നിങ്ങളതിനെ ആക്രമിക്കരുത്, അതിനും ഞമ്മക്കും രണ്ടു കൂട്ടർക്കും നടക്കാൻ ഈ ഒരു വഴി തന്നെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കല്ലേ. മഹാൻ ഇങ്ങനെ കേൾക്കുമ്പോ അത്രേ കിബറ് പോകും, നമ്മളെ മനസ്സിൽ നിന്ന് അസൂയ പോകും, നമ്മളെ മനസ്സ് പോകും, മനസ്സിൽ ദുർഗങ്ങളും നീങ്ങിയിട്ടും അല്ലാഹു നമ്മളെ മനസ്സിൽ. കുടുംബത്തിൽ സ്നേഹം വേണം, നാട്ടിൽ സ്നേഹം. സ്നേഹമില്ലാത്ത മനസ്സുകൾ ഒത്തുകൂടിയിട്ട് ഒരു ഫലമല്ല. ബഹുമാനം, വാത്സല്യം, സ്നേഹം, അതൊക്കെ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന സ്വത്താണ്. അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതിങ്ങനെ ഇളച്ചിയും മൂത്തച്ചിയും പോര് കളിച്ചാണ് അമ്മായിമ്മയും കുടുംബമാരാക്കുക. പിന്നെന്താണ് അതിലുള്ള വാക്ക് നാത്തൂല്ല. ഞാനിവിടെയൊക്കെ നല്ല ആൾക്കാരേക്കാൾ അള്ളാഹു കൂടുതൽ നന്നാക്കട്ടെ. നമ്മളൊക്കെ വീടുകളിൽ മൂത്ത മകളെ കെട്ടി, ഓള് വന്നപ്പോ ചോദിച്ചു, മോള് ചോദിച്ചപ്പോഴേ വന്ന്, ഞാൻ ഉച്ചക്ക് വന്നിക്കണം, എന്താ സുഖമാണ്, എപ്പോഴാണ് പോണ്ടേ, അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വൈകുന്നേരത്തിന് തന്നെയാണ് പോവുകയാണ്. രണ്ടാമത്തെ പെണ്ണ് വന്ന്, കുട്ടിമാളെ എന്താ അർത്ഥം, സുഖാണ്, എപ്പോഴേക്ക് വന്ന്, ഞാൻ 10 മണിയൊക്കെ. എപ്പോഴാണ് എനിക്ക് പോകണ്ടേ, ആ തള്ളപ്പത്തന്നോട് ചെല്ലാൻ പറഞ്ഞത്. ഞാനിവിടെ ഉള്ള പെണ്ണുങ്ങളോടൊക്കെ ആദ്യം പറഞ്ഞപ്പെട്ടത്, രണ്ടാമത് നമ്മളെ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വേഗം പോവുകയാണ്. അങ്ങനത്തെ മരുവളാണോ ഉമ്മയാണോ നിങ്ങള്? ആ തള്ള വേണം ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ മരുവളും ഉമ്മയാണോ? നമ്മൾ ആരോഗ്യക്കണം, നമ്മൾ കുറെ കേട്ടാ പോരെ, നമുക്ക് മാറ്റം വരണല്ലോ. ഞാൻ ഈ ചെറുപ്പക്കാരത്തി പെൺകുട്ടികളോടൊക്കെ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഉമ്മാനോട് ദേഷ്യം പിടിക്കല്ലേ, നിങ്ങൾ ഉമ്മാനെ വെറുപ്പിക്കല്ലേ, ഉമ്മാനെ നന്നാക്കാൻ നല്ല മട്ടുണ്ട്. ഒരിക്കലും ചെറുപ്പക്കാരോടൊക്കെ പറയാണ്, ഇതാരാണ്, ഇതിന്റെ അമ്മായിമ്മ, അങ്ങനെ പറയാൻ നിൽക്കരുത്. പിന്നെ അവിടുത്തെ അമ്മയാണ്, ഇത് ഇവിടുത്തെ അമ്മ, ഇത് അവിടുത്തെ അമ്മ. മങ്ങൾ ചായ കുടിച്ചമ്മ, മങ്ങൾ കഴിച്ചമ്മ, മംഗളമ്മ കുളിച്ചമ്മ, 2 വട്ടം ചെടിയും അവരോട് നന്നാവും. നമ്മളെ മേഖലയാകുമ്പോ ഇന്നാളൊരു വയസ്സായ വല്യമ്മനോട് പറഞ്ഞു, ഒരു പൂതിയില്ല കുട്ടി, എന്റെ മരോളം ഉമ്മാന്ന് ചെയ്യാൻ മതി. അങ്ങനെ പറ്റൂല, ചേരും കൊലം കണ്ട വിളിച്ചാനും തോന്നൂലായിരുന്നു എന്നാളൊരു പെണ്ണ്. അള്ളാഹു നമ്മളന്മാരൊക്കെ നന്നാക്കട്ടെ. എന്നാലും ആരെന്നെ കൊടുക്കേണ്ടത്, കുറഞ്ഞു കൊടുക്കാൻ പെണ്ണുങ്ങൾ, നമ്മൾ കുട്ടികളല്ലേ കുറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു പ്രായമുള്ളവരല്ലേ. അള്ളാഹു റബ്ബി, പ്രായമുള്ള ആളുകൾക്ക് എന്തുണ്ടാകും, ഓരോ ആ നിബന്ധന അനുസരിച്ച് നമ്മളതിനാവൂല. അപ്പൊ നമ്മളൊന്ന് കുറഞ്ഞു കൊടുക്കുക. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം, ഇതിന് അരി വാങ്ങിക്കൊണ്ടത് 3 വീട്ടില് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് രണ്ടാളും ഒപ്പം ഭക്ഷണം കഴിക്കാണ്. പക്ഷേ ഒരു പാത്രത്തിൽ അപ്പുറം ഇന്ന് ഭക്ഷണം കഴിക്കണം. ഈ മരുവോളം ഒരു മനസ്സുകൊണ്ട് പൊരുത്തല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ വീട്ടിൽ ജീവിക്കണത്? സുബ്ഹാനല്ലാഹ്, ഇവരെ രണ്ടാളെയും കേസ് തീർക്കണ പണി അവിടുത്തെ ഉള്ളൂ. നയിച്ചുണ്ടാക്കാൻ ഈ കുട്ടി ചികിത്സിക്കാവും കൊണ്ടുപോകണം, പെണ്ണുങ്ങൾക്ക് പണിക്കൊടുക്കണം, ഇതൊക്കെ ഈ കുട്ടി ചെയ്യും. പക്ഷേ പെരീക്കാണ് ചെന്നാൽ ജലാലു വളക്ക് കത്തിച്ചുന്ന സമയത്ത് ഉമ്മാന്റെ കേസ്, വളക്കൂതിയ പെണ്ണുങ്ങളെ കേസ്, കുടിക്കണ വെള്ളത്തിനൊരു സ്വൈരല്ല. പിന്നെന്താണ് ആ വീട്ടിലെ സഹായം? ഈ അവസ്ഥയൊന്നും നമ്മളെ വീട്ടിലുണ്ടായിട്ട് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല.
എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം വേണ്ട. അയൽവാസിയും തമ്മിൽ പണക്കം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലില്ല. കുടുംബ ജീവിതത്തിന് ചേർന്നതല്ല. സുബ്ഹാന ജല്ല ജലാലു. അയൽവാസിയായി വിട്ട വലിയ ആൾക്കാർ നമ്മൾ തെറ്റി ഒക്കെയോടും ആരും ഞങ്ങൾക്ക് കിട്ടോ. ഈ വീട്ടിലെ കുട്ടികൾ ജനലിലുള്ള അങ്ങോട്ട് ഓരോ ചങ്ങാഴ്ചകളെ, അവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് നോക്കാണ് ഓരോ ചങ്ങാഴ്ചകളെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. എന്റെ വീട്ടുകാർ തെറ്റി കുട്ടിയെ കൂടി കടക്കാൻ പാടില്ല. ഇതൊക്കെയാണോ ഇസ്ലാം? എവിടുന്ന് നിങ്ങൾ ഇസ്ലാം പഠിച്ചത്? ഇതൊക്കെയാണോ ദീന്? നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു മൂപ്പളമന്റെ സംസാരം കൂടി ഉണ്ടാ. ആൾക്കാർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? കണ്ണീർ ഉസ്താദ് വഫാത്തായി ദർജ വർദ്ധിപ്പിക്കട്ടെ, ഈ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമ ഉള്ളാളത്തെ ഭാഗത്തായി ദർജ വർദ്ധിപ്പിക്കട്ടെ. പോലെ സുന്നത്ത് ശക്തി ഒക്കെ നേതൃത്വം നൽകാൻ കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ ആള് ഒരു പാലത്ത് ഒരു കഴിച്ച് രക്ഷപ്പെട്ടു പോകും. അവിടെ തർക്കിച്ച് നിൽക്കേണ്ടി വരും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മസ്അലയിലേറെ തർക്കമുണ്ട്, അടിപിടിയില്ല. മസ്അലയിലേറെ തർക്കം, മദ്രസ പൂട്ടലില്ല. മസ്അല വ്യത്യാസങ്ങളുണ്ട്, പള്ളി പൂട്ടലില്ല. മസ്അലയിലെ കല്യാണം നടക്കലില്ല. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. നമ്മളെ ഒരു നാട്ടിൽ താമസിക്കുന്ന ആളുകൾ, ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ മനസ്സിന് നോക്ക. നിങ്ങൾ കുടുംബമാനപ്പെട്ട മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. ആര്? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ പറ്റി റസൂലുള്ള പറഞ്ഞ ഫാത്തിമത്തു കിൽദത്തു കബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കരളാണ്. അങ്ങനത്തെ ഫാത്തിമാവിനെ കണ്ടിട്ടതാരാ? സുബ്ഹാനല്ലാഹ്. കൂടി വന്നാൽ മുത്തുനബിക്ക് എന്തോ ഒരു ദോഷം. ഒരു കുടുംബത്തിൽ ബാപ്പിയും അമ്മയും മക്കളുമ്പോ നമ്മൾ മനസ്സിന് പൊരുക്കാൻ തുടങ്ങിയത് ദിവസം ഒരു നേരത്തെ ഭക്ഷണം ബാപ്പി ഒരുമിച്ചിരുന്ന് കഴിക്കണം. വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച. അന്നെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒരു വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ വാപ്പ കയ്യും കഴുകിയിട്ട് വരിക. ഭക്ഷണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ഉറക്കച്ച ഭാഗത്ത് ഇട്ട് കൊടുക്കാം, വലഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കാം. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ കിട്ടിയോ കഴിക്കാനല്ല, പിന്നെ എല്ലാവർക്കും ഇട്ടുകൊടുക്കൽ കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരുമിച്ച് വാപ്പ കുട്ടികളൊക്കെ ഒരുമിച്ച് വിസ്മിയല്ല. ആദ്യത് ഉദ്ഘാടനത്തിന്റെ വിസ്മിയ ഫസ്റ്റ് ബെല്ലടിച്ചതാണ്, പിന്നെയാണ് പീരിയഡ് ബെല്ലടിക്കുന്നത്. അങ്ങനെ ആ ഭക്ഷണം ഒരുമിച്ചിരുന്നിങ്ങനെ കഴിക്കുമ്പോൾ, മോനെ അനക്ക് പരീക്ഷ അല്ലേ? എന്താ എന്റെ പരീക്ഷ? അങ്ങനെ SSLC പരീക്ഷയ്ക്ക് എനിക്ക് എങ്ങനെ ഉണ്ടാവും മാർക്കൊക്കെ? ഈ നല്ലോണം ശ്രദ്ധിക്കണില്ലേ മോനെ? അല്ലാ മോളെ, നീ 8ാം ക്ലാസ്സിലല്ലേ? 8 മുതൽക്ക് തുടങ്ങണം കേട്ടോ, എന്നെങ്കിലേ 10ൽ നല്ല മാർക്ക് കിട്ടുള്ളൂ. വാപ്പിയും മക്കളും ഇങ്ങനെ. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പൊ നിൽക്കുന്ന സ്ഥിതി എന്താ? ചെറിയ പ്രായത്തിൽ കുട്ടികളെ ഒരിക്കലും ഉണ്ടാവും. അനുസരിച്ച് ബാപ്പിയും മക്കളും പിന്നെ കാണാൻ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കളിച്ചു, അത് മൂർച്ച കൂട്ടിയിട്ട് ഉമ്മ മുന്നിക്ക് വെച്ചു കൊടുക്കും. ബാപ്പ വരുമ്പോഴാണ് പിന്നെ കേക്കൻ. അപ്പൊ പിന്നെ ബാപ്പ നമുക്ക് പിന്നെ ബാപ്പാനെ കാണാൻ നിൽക്കൂല. വലുതനുസരിച്ച് കുടുംബ ബാപ്പി നമ്മൾ അകലെയാണ്. അതല്ല, നമ്മളെ കുട്ടികൾക്ക് തെറ്റുണ്ടോ മോനെ എന്ന് വിളിച്ചിട്ട് അവനെ അടുത്ത് വിരിച്ച്, ബാപ്പാന്റെ മൂത്തയാണ് നീ നല്ല പോണം ശ്രദ്ധിക്കണം കേട്ടോ, ഉമ്മാനെ വെറുതെ ചെയ്യണം. കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ ഉമ്മ എപ്പോഴും ബാപ്പാനെ പറ്റി നല്ല ബഹുമാനം കൊടുക്കണം മക്കളോട്.
മക്കളെ ബാപ്പാനെ വെറുപ്പിക്കരുത് കേട്ടോ, ബാപ്പാനെ ശ്രദ്ധിക്കണം കേട്ടോ, ബാപ്പാന്റെ ഒരു വെറുപ്പുണ്ടാകരുത്. മക്കളെ ഉമ്മാനെ നോക്കിയോ, ഉമ്മ കഞ്ഞി കുടിച്ചോ, ഉമ്മ ചായ കുടിച്ചോ, ഉമ്മാനെ പറ്റി വാപ്പ ഉമ്മയെയും ഉമ്മ വാപ്പയെയും അതാണ് മക്കൾ കണ്ടത്. വാപ്പ ഉള്ളിലൊരു സുഖല്ല. മക്കളെ പോയിട്ട് ഉമ്മാന്ന് എന്നോട് ചോദിച്ചു നോക്കുക. ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് തന്താന്നുള്ളത് കേട്ടത് ആരെത്താന്നറിയോ? ഉമ്മാന്റെ അടുത്താണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ തീർത്തോളി, കുട്ടികളെ ഇനി ഇരയാ. കുടുംബ ജീവിതത്തിൽ ഐക്യം തകർന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ? ഇതൊക്കെ ദീനുൽ ഇസ്ലാമാണോ? നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ വിരുന്ന് വരികയാണ്. ആര്? ഒരു മൂന്നാള് ഭക്ഷണം കഴിക്കാൻ, മൂന്നാളും. അപ്പോഴോ അറബികൾക്ക് ഭക്ഷണത്തിനൊപ്പം കാരക്ക പണ്ടേ പതിവുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്ത? നിങ്ങള് ഒരു കാരക്ക തിന്നുകാണ് അതിന്റെ കുരു മരുവന്റെ മുമ്പ് വെച്ചു കൊടുത്ത്, അലിയാരെ മുമ്പ്. നല്ല മട്ടായി. നമ്മളെ നാട്ടിലൊക്കെ അമ്മോശം കോയിന്റെ എല്ലി എമ്പിങ്ങാട് മുന്നിക്ക് വെച്ചു കൊടുത്താൽ മരുവനെ എവിടെ ഉണ്ടാവും? പടച്ചോനെ, ഞാനീ വടകര വൈക്ക് നിൽക്കണ സമയത്തുണ്ടായിരുന്നു. പുതിയാപ്പളർക്ക് ഇങ്ങനെ ഭയങ്കര തക്കാനാണ് അവർ. അപ്പൊ തക്കാരത്തിന്, പുതിയാപ്പള തക്കാരത്തിന് തലച്ചോറുണ്ടാവും. അപ്പൊക്കെ കൊടുക്കണേന്റെ അടിയിൽ ചോദിച്ചു, മക്കളെ പുതിയാപ്പളക്ക് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. തലച്ചോറില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാ, ഇങ്ങനെയുണ്ട് കുഴപ്പം. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അലി റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയും മരുവനും അമ്മോശനും മകളും മൂന്നാളും കൂടി ഇങ്ങനെ ഇരിക്കുക ഭക്ഷണം കഴിക്കാം. റസൂലുള്ള ഈത്തപ്പഴം തിന്നുകാണ്ട് കുരു മരുവന്റെ മുമ്പ് വെച്ചു കൊടുത്ത്. അപ്പൊ പിന്നെ ഫാത്തിമ ബീവി എന്ത് ചെയ്ത്? ഫാത്തിമ ബീവി കാരക്ക തിന്നുകാണ്ട് കുരു ഫാത്തിമ ബീവി അലിയാരെ മുന്നിൽ വെച്ചു കൊടുത്ത്. അലിയാര് കാരക്ക തിന്നുകാണ്ട് മൂപ്പര കുരു മുന്നിൽ തന്നെ വെച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നോക്കുമ്പോ ഒരു പോക കുരു ആരെ മുമ്പില്? അലിയാരെ മുമ്പില്. അപ്പൊ റസൂലുള്ള അമ്മോശനല്ലേ വല്ലാത്തൊരു തമാശ പറഞ്ഞു. എന്താ തമാശ? നല്ല മരുവനെയാ ഞമ്മക്ക് കിട്ടിയത്, കാരക്ക മുഴുവൻ നിങ്ങൾ തിന്നില്ലേ? അല്ലാഹു റബ്ബി. അപ്പൊ അലിയാര് കുശാഗ്ര ബുദ്ധിക്കാരനാ. മൂപ്പര് പറഞ്ഞു, നല്ല വാപ്പയും മകളാ, കുരുവും കൂടി ബാക്കിയാക്കിയിട്ടില്ലല്ലേ? യാ അല്ലാ, എന്താണ് ആ സംഭാഷണത്തിന്റെ ഒരു രുചി? എന്താണ് ആ ചർച്ചന്റെ ഒരു രസം? നോക്കാൻ നിങ്ങൾ നമ്മളെ കുടുംബത്തിലുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുടുംബത്തിൽ ഐക്യം വേണം. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സ്നേഹം വേണം. മക്കളും മക്കളും തമ്മിൽ സ്നേഹം വേണം. ഒരു കുടുംബത്തിൽ ആ ഐക്യം കുടുംബത്തിലുണ്ടാകുമ്പോൾ നാട്ടിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകും. ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ അയൽവാസികളിലുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഈ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് നിസ്കരിച്ചോ, അള്ളാഹ് നിസ്കാരത്തിന് കൂലി കിട്ടും. ആ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് ഖുർആൻ ഓദിക്കോ, അള്ളാഹു തആല കാക്കും. നമ്മൾ കുറെ ഖുർആൻ ഓതുന്നുണ്ട്, കുറെ സംഗതിന് ഓരോടും തെറ്റ്, ബലോടും തെറ്റ്, ഓലും മുണ്ടലില്ല, ബലും മുണ്ടലില്ല. അങ്ങനെയല്ല കഴിയേണ്ടത്. അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ ദീന് അള്ളാഹുവിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തം വാങ്ങണം. അള്ളാഹിന്റെ സൃഷ്ടികളോട് ബന്ധപ്പെട്ട് പരസ്പരമുള്ള പൊരുത്തം വാങ്ങണം. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തവും പടപ്പുകളെ പൊരുത്തവും രണ്ടും ചേർന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് മുത്തുനബിയുടെ മാതൃകാ ജീവിതം. ആ മാതൃകാ ജീവിതം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് രക്ഷയുണ്ടാകും. അത് നമ്മുടെ കുട്ടികൾക്ക് ഓരോ രംഗത്തും പഠിപ്പിക്കാൻ SSFന്റെ കുട്ടികൾ, SYSന്റെ യുവാക്കൾ, മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാർ, അങ്ങനെ നമ്മളെ പ്രസ്ഥാനം മുസ്ലിം ജമാഅത്ത്, ആ പ്രസ്ഥാനത്തിന്റെ കീഴിലെ നമ്മളെ സംഘടന, അത് SSF, SYS, SMA പോലത്തത്, ഇതിനൊക്കെ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ വലിയ മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനേ. ലോക പണ്ഡിതന്മാരാൽ ആദരിക്കപ്പെട്ട, ലോക മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന വലിയ പണ്ഡിത നേതൃത്വം. അറബി പത്രങ്ങളൊക്കെ അബുൽ ഐതാം, യതീമക്കളെ പിതാവ് എന്ന സ്ഥാനപ്പേര് കൊടുത്ത യാ റബ്ബ് യാ റബ്ബ് അറബ് പണ്ഡിതന്മാർ, ഖമറുൽ ഉലമാ പണ്ഡിതന്മാരുടെ 14-ാം രാവ് പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്ന് പേര് വെച്ച
യാ റബ്ബ് യാ റബ്ബ്. ആ പ്രിയപ്പെട്ട AP ഉസ്താദ് കണ്ട നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് മർക്കസിൽ ദർസ് ആരംഭിക്കുമ്പോൾ ഇതിനേക്കാൾ ആളുണ്ട്. 600 ആളുകളാണ് പണ്ഡിതന്മാർ മുപ്പര ദർസിലിരിക്കുക. മൈക്കിൽ ഉസ്താദ് ദർസ് നടത്തുന്നത്. ആ ദർസ് സുബ്ഹാന ജല്ല ജലാലു അത് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഭാഗത്തേക്കും ദുബായിൽ കേൾക്കുന്നു, യമനിൽ കേൾക്കുന്നു, ഇന്തോനേഷ്യയിൽ കേൾക്കുന്നു. അവിടെയൊക്കെ ഉസ്താദിന്റെ ദർസ് കേൾക്കുക. ആ ദർസിന് ഇങ്ങനെ ഇങ്ങോട്ട് ഇരുന്നാൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദർസ് അങ്ങോട്ട് തീരുമ്പോഴേക്ക് എത്ര സ്വലാത്താണ് ആ ദർസിൽ ചെല്ലുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉസ്താദ് ദർസ് അങ്ങോട്ട് ആരംഭിച്ചാൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ദർസ് മുത്തുനബിയുടെ പേരിൽ എത്ര സ്വലാത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വലാത്ത് ഇങ്ങനെ ധാരാളം ധാരാളം ഒരൊറ്റ ദിവസം എത്ര ആളെ കൊണ്ട് ആ സ്വലാത്ത് ഏൽപ്പിക്കുന്നത്? 1000കണക്കിന് സ്വലാത്ത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. അതുകൊണ്ട് ഇവിടെ ഇതാ ബുർദ ആരംഭിക്കാൻ വേണ്ടി പോകാൻ. ഓരോ ബുർദന്റെ വരി ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇവിടെ ആ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അതാണ് നമ്മളെ പഴയ ഇശല്. ബാക്കി ഇനി കുട്ടികളൊക്കെ പുതിയ ഇശലൊക്കെ ചെല്ലും. എല്ലാം അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മളെ ഒരു സമ്മേളനത്തിന് കൂടി എത്താനുണ്ട്. 10 പിരിയം സക്കാഫിന്റെ സ്ഥാപനത്തിന് സമ്മേളനം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. മാത്രമല്ല ബുർദന്റെ കുട്ടികളൊക്കെ വന്നിട്ട് ഉറക്കണേ. കുറെ തട്ടൂരല്ലോ. റഹ്മത്ത് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മളെ ഇവിടെ തുടരണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരു സഹോദരൻ 5000 രൂപ നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. അള്ളാഹു അയാൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അള്ളാഹ്, നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, നീ ഖൈർ കൊടുക്കണേ അള്ളാഹ്, നീ സന്തോഷം കൊടുക്കണേ അള്ളാഹ്. അയാളെ തുടർന്ന് ഇനി ആരെങ്കിലും ഒരു 5000 2000 1000 ഒക്കെ കൊടുക്കാൻ പിന്നെങ്കിൽ വേഗം പറഞ്ഞാൽ നമുക്ക് പണ്ട് മാതാപിതാക്കളെ പൊരുത്തം അള്ളാഹു തെരുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു തെയ്യുമാറാവട്ടെ. പടച്ചോറിൽ കിടക്കുന്ന ആളുകൾക്ക് ഒറ്റക്ക് കിടക്കാണ്. നീ അവർക്ക് തണലാകണേ അല്ല, നീ അവർക്ക് തുണയാകണേ അല്ല. നമ്മളെ ഈ കുട്ടികൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇവരിങ്ങനെ ഈ പരിപാടി ഈ ലൈറ്റും സൗണ്ടും ഒക്കെ അത് അടുത്ത് തന്നെ വേറെയും കുറെ പരിപാടികളൊക്കെ അവർക്ക് നടത്തണം എന്നുണ്ട്. അപ്പൊ ഒരു ദഅവാ പ്രവർത്തനം എന്ന രീതി നിങ്ങൾ 1000 കൊടുക്കാൻ പറ്റിയ ഒരു 10 ആളുണ്ടായാൽ ഈ കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലോ. അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കാം, അതിനെ കൊടുത്താൽ ഒരാൾ ഒരു സന്തോഷത്തിന് അള്ളാഹുവിற்கு റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലം കിട്ടും. അല്ല ഒരാളായിരം പോയി മാറ്റാം. അൽഹംദുലില്ലാ 2000 ആയി. പിന്നെ 3000 3000 അൽഹംദുലില്ലാ 3000 അൽഹംദുലില്ലാ. നിങ്ങളെത്തൊരു പെന്നും കടലാസും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഒരു കൊണ്ടുവന്നോളൂ. അള്ളാഹ് 4000 ആയി. അൽഹംദുലില്ലാ. പിന്നെ ആരാ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 4000. എല്ലാവരും കൂടി മൂപ്പരത്ത് പോകണമെന്നില്ല, ഒരാൾ പോയാൽ തന്നെ മതി അതിനൊക്കെ. പിന്നെ ആരാ? നിങ്ങളെ ഇയാൾ പോയി നോക്കിയും വേറെ പോലെ. അൽഹംദുലില്ലാ. അപ്പൊ 4000 ആയി. പിന്നെ ആരാ? ഒരു 5ാമത്തെ ഒരാൾ, ഇസ്ലാംകാരി 5 അല്ലേ, ഒരു 5ാമത്തെ ആൾ ഒരു 1000 രൂപ. അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ, അള്ളാഹു ചെയ്യട്ടെ. ആര് എവിടെ? ആ കുട്ടിനെടുത്ത് നിൽക്കണേ. ആ കുട്ടിക്കും വാപ്പാക്കും അള്ളാഹു റഹ്മത്ത് കൊടുക്കണം. അൽഹംദുലില്ലാ. അപ്പൊ 5000 ആയി. ഇനി ആരാണ്? ഇസ്ലാംകാരി ഈമാൻകാരി 6 ആണല്ലോ. ആരാ 6ാമത്തെ ആള്? അൽഹംദുലില്ലാ. അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അള്ളാഹ്. ആരാണ് 6ാമത്തെ ആള്? അതാ മൂപ്പര്. അള്ളാഹു റബ്ബി പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. 6000 ആയി. അൽഹംദുലില്ലാ 6000 ആയി. ആകാശം ഭൂമിയൊക്കെ 7 അല്ലേ? ആരാണ് 7 ആള്? ആര്? എവിടെ? ചെറുപ്പക്കാർ. ആരെ കൊടുത്ത്? മൂപ്പരുത്. അള്ളാഹു തആല റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പൊ 7000 ആയി. അൽഹംദുലില്ലാ 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 7 ആയി. പിന്നെ ആരാ? ഭയം പറഞ്ഞ് നമുക്ക് ദ്വാർക്കാണ്ട്. എവിടെ? ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ 8ാമത്തെ ആളായി. അള്ളാഹു നീ സന്തോഷം കൊടുക്കണേ അള്ളാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ലാ. മക്കളൊക്കെ ആമീൻ പറഞ്ഞാളി. അള്ളാഹു ഈ സദക്ക ചെയ്തവർക്കൊക്കെ ക്യാൻസറിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ, അറ്റാക്ക് അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ, അപകടങ്ങളെ നീ കാക്കണേ അള്ളാഹ്. അപ്പൊ 8 ആയി. പിന്നെ ആരാ?
8ാമത്തെ ആളായി. ഒമ്പതാമത്തെ ആളാരാ? അൽഹംദുലില്ലാ. രണ്ടാളിന്റെ നമുക്ക് ഒറ്റാളായി. 9, 10. അതായത് 9, 10 മക്കളെ നമുക്ക് ദ്വാരക്കപ്പം. അൽഹംദുലില്ലാ. 9 പെണ്ണുങ്ങൾ വേണമെങ്കിൽ ഓല് പറഞ്ഞിനി. ഓല് അങ്ങനെ വന്നിട്ടില്ലല്ലോ. എന്താ പറഞ്ഞോളൂ. മൂപ്പരത് റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഖുർആനിൽ പറഞ്ഞ എണ്ണാണ് തിൽക അശറത്തും കാമില. 10ാമത്തെ ആളാരാ? ഒരു 10ാമത്തെ ആള് വരട്ടെ. അല്ലാഹു തആല എത്തിക്കട്ടെ. ഉണ്ടോ? അവിടെ ഒരാൾ കൈ വന്നിച്ചു. ഇപ്പൊ 11ആയി. അല്ലാഹു റബ്ബി 11ആയി. അപ്പൊ 11 ഒരു ആൾക്കാർ വന്ന് ഒന്ന് നോക്കി ഒരാളും കൂടി. അപ്പോഴാണ് എന്നാളിന്റെ വേറെ 108ആണ്. അപ്പൊ ഞാൻ നേട്ടായി വാങ്ങിക്കൊടുത്തു 50 അപ്പോ അത് 50 ആവുകയും ചെയ്തു. അങ്ങനെ 12ാമത്തെ ആള് ഒരാൾ റഹ്മത്ത് പടച്ചു തരുന്ന ആർക്കും നീ പൈസ ആസ്പത്രി കൊടുക്കേണ്ട ഗതികേട് തരല്ലേ റഹ്മാനെ. എല്ലാവരും ഒരു സലാത്തിലേക്കാണ്. റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ. അപ്പൊ ആദ്യത്തെ 5 ഇപ്പൊ 11. 11, 5 എത്രയായി? 20. നമുക്ക് കുട്ടികൾക്ക് ഒരു റാഹത്ത് കിട്ടിക്കോട്ടെ. ഇനി ഒരു പരിപാടിയൊക്കെ ഒരിക്കൽ നടത്തണ്ടേ നല്ല റാഹത്തിന്. 1000 കൂടി. 17ാമത്തെ ആൾ. 16അല്ല പോയത്. 11, 5, 16. ഒരു 16 ആരാ? നമ്മളെ കുറെ ആളൊക്കെ നിങ്ങളെ ഭാഗത്തേക്ക് ചെറിയൊരു കുട്ടിനെ അയച്ചു നോക്കി നിങ്ങൾ. എന്നിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ ആ കുട്ടി അൽഹംദുലില്ലാ 17. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഖൈറൂടെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. 17ആയി. പിന്നെ ആരാ? ആ കുട്ടിനെ തോന്നുന്നു 18ആയി. അൽഹംദുലില്ലാ. അല്ലാഹു റഹ്മത്ത് കൊടുക്കണേ. ചെറുപ്പക്കാർ കുട്ടികൾ ഇവിടെ നല്ല സജീവാണ്. യുവാക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരെ അവിടെ ഒരാൾ പറഞ്ഞേ? അവിടെ ഒരാൾ 19. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 19ആയി. അൽഹംദുലില്ലാ. യുവാക്കളൊക്കെ നല്ല മട്ടത്തിലുള്ള കുട്ടികൾ ഇവിടെ. ഈ ചെറുപ്പം കാണുമ്പോൾ എന്താ അല്ലാഹു യുവാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നല്ല പ്ലസ് ഡിഗ്രിക്കൊക്കെ പഠിക്കണേ. എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ടോപ്പ് മാർക്ക് കൊടുത്ത് വിജയിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പൊ എത്രയായി? 18 അല്ലായത്? 10. ഒന്നും കൂടി ഉണ്ടായാൽ നമുക്ക് ഒന്ന് മൂപ്പൻ തന്നെ 20. അൽഹംദുലില്ലാ. പ്രതിഫലം എല്ലാവർക്കും ചെയ്യും. പെണ്ണുങ്ങൾ ഓർക്ക് കൊടുത്തിക്കണമെങ്കിൽ ഓലും എന്തെങ്കിലുമൊക്കെ സംഭാവന പറയേണ്ടതാണ്. ജന് കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ. മറ്റത് പെണ്ണുങ്ങളൊക്കെ എന്താകും ഏല പോലെ കുട്ടികളുടെ ലോൺ എന്താണ്? അല്ലാഹു തആല നമ്മളെ അമ്മമാർക്കൊക്കെ റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഏപിതാദ് ഇവിടെ ആ സമയമുണ്ട്. പ്രസംഗിച്ചമ്പാത്തിന് ഞാൻ അവിടെ എത്താം. അപ്പൊ ഇൻഷാ അല്ലാഹു തആല ബിസ്മില്ലാഹിർ അല്ലാഹു ഖൈറത്ത്. ഞാൻ പറയും. ആര് 20 ആയോ? 20 ആക്കിയാലല്ലേ? നല്ലൊരു ഒരു ഞമ്മളമ്മാരും ബാപ്പാരും പണ്ട് പോലെ എന്താക്കി മൗലൂദ് ഓതി. അതാരെ കുട്ടികളെ? ഒരാൾ പറഞ്ഞ പിന്നെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി അൽഹംദുലില്ലാ ഓനൊക്കെ നല്ല ആൺകുട്ടി അൽഹംദുലില്ലാ. അള്ളാഹു ആ കുട്ടിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും. അപ്പൊ 21ആയി. 21 ആള് പോയിക്കണേ കിട്ടണ്ടേ? അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അടച്ചോനെ അമ്മായിമാർക്കും മരുക്കൾക്കും മക്കൾക്കും ഒക്കെ നിയമത്ത് ചെയ്യണേ അല്ലാ. നിങ്ങൾ പടച്ചോനെ ഈ പെൺകുട്ടികളൊക്കെ ഇവിടുത്തമ്മ അവിടുത്തമ്മ ആ സ്നേഹം പറയണ മക്കളാക്കണേ അല്ലാ. നിങ്ങൾ പടച്ചോനെ ഈ പ്രദേശത്ത് കെട്ടിക്കാതെ ഒരു കുട്ടി മൂത്ത് നിൽക്കണ അവസ്ഥ ഞങ്ങളെ നാട്ടിൽ നീ തരരുതേ അല്ലാ. പടച്ചോനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിനാ
അർഹമീനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഖാലിഖും റാസിഖുമായ അല്ലാഹ്, ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, നിഅമ അല്ലാഹ്. റഹീമീനായ റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പെട്ട് ഓമനിച്ച് വിളിച്ച് പോറ്റി വളർന്നേ ഞങ്ങൾക്ക് ഉയർത്തിയ പിതാക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഉസ്താദുമാരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്, മശായിഖുമാത്തം നൽകുക, പ്രായരോട് ഞങ്ങൾ മാനം നൽകുക, വാത്സല്യരോട് സ്നേഹം നൽകുക, ഭർത്താമാരോട് അല്ലാഹ് ഹലാലായ റിസ്കിന്റെ വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്, ഹറാമിലേക്ക് ഞങ്ങളെ വിടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഉമറാക്കൾ, പ്രവർത്തകർ, നീ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അപകടങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ പള്ളികളും ഖാനുകളും കോളേജുകളും എല്ലാം നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ സ്നേഹിതൻ പെരുവള്ളൂർ ഫൈസി വളരെ അധ്വാനിച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. പെൺകുട്ടികൾക്കുള്ള സ്ഥാപനമടക്കം പടച്ചവനെ നീ അതിന് ഉയർച്ച നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ സ്ഥാപനത്തിൽ പഠിച്ച എത്ര പെൺകുട്ടികൾ നല്ല കുടുംബിനികളായി, നല്ല ഉമ്മയായി, നല്ല ഭാര്യയായി, നല്ല പെങ്ങളായി നമ്മളെ നാട്ടിലുണ്ട്. പടച്ചവനെ, ആ സ്ഥാപനത്തിനും അതിൽ പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമേ, വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളെ കുട്ടികൾ ജോലിക്കാർ ഒരുപാടുണ്ട്, നീ ഖൈർ വെക്കണേ അല്ലാഹ്. പെട്ടെന്ന് അവരെ ജോലി നഷ്ടപ്പെട്ടവരാക്കല്ലേ അല്ലാഹ്, ശമ്പളം വെട്ടി കുറച്ച് കഷ്ടപ്പാടിലാക്കല്ലേ അല്ലാഹ്. അർഹമുർ-റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോ ഇവിടുത്തെ കുറഞ്ഞ പ്രവർത്തകന്മാര് അവര് ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രവർത്തകർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനേ, മരിക്കുന്നതിന് മുമ്പ് കഅബ ശരീഫ് ഒന്ന് നേർക്കുനേരെ കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്. മുത്തുനബിയുടെ പോകാം